എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ വില്ലൻ അവർക്ക് മുൻപിലേക്ക് വരികയാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ ആ വില്ലനെ മനസ്സിലാവില്ല. കാര്യം പിടികിട്ടിയ ബൊറൂട്ടോ അവൻ നറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച് വായോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയും. അവനാണെങ്കിൽ ഇപ്പൊ നറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് നറൂട്ടോയെ വെല്ലുവിളിക്കാൻ തുടങ്ങും. സാസുക ആ വില്ലനെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും അവന്റെ ഹുക്ക് അത് നറൂട്ടോയ്ക്ക് നേരെ അങ്ങനെ വലിച്ചെറിഞ്ഞ് അവന്റെ ബോഡിയിലെ പവർ അത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ എന്താ ഹൊക്കിലേക്ക് ആ 9 ടൈൽ പവർ അത് എക്സ്ട്രാക്ട് ആയിട്ട് വരില്ല. ബൊറൂട്ടോയും സാസുകയും വണ്ടറടിക്കും. വില്ലനാണെങ്കിൽ ഡബിൾ ഷോക്കാവും. എന്തുപറ്റി, എന്തുകൊണ്ടായിരിക്കാം എന്റെ പവർ അത് വർക്കാവാതിരിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും നറൂട്ടോ അവനാണെങ്കിൽ ഫുൾ കലിപ്പില് ആ വില്ലന്റെ അടുത്തേക്ക് വരും. നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്റെ ലക്ഷ്യം അത് ഞാനാണെന്ന് എനിക്കറിയാം. നീ എന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഞാൻ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ അവനെ നേർക്ക് എടുത്ത് ചാടും. പക്ഷെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വില്ലൻ അവന്റെ ത്രെഡ് ഉപയോഗിച്ച് നറൂട്ടോയെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ജിറയ മാമൻ ആളവിടേക്ക് വരുന്നുണ്ട്. ആളും ഇപ്പൊ ആ വില്ലൻ നറൂട്ടോയെ ലോക്ക് ചെയ്തത് കാണും. ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ റെസർഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലനെ അട്ടിക്കാനായിട്ട് അങ്ങനെ എടുത്ത് ചാടും. ആ വില്ലനാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ബൊറൂട്ടോയെ വെട്ടിത്തിരിപ്പിച്ച് അവരെ എല്ലാവരെയും ഒരുപാട് കല്ലുകളൊക്കെ ചേർത്ത് വെച്ച് ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം നറൂട്ടോയെ തൂക്കിയെടുത്ത് അവൻ മുൻപോട്ട് പോകും. വില്ലനാണെങ്കിൽ ആ നറൂട്ടോയെ നോക്കി ചിരിക്കും. ആക്ച്വലി ഞാൻ കരുതിയത് നിനക്ക് കുറച്ചെങ്കിലും പവർ ഉണ്ടാവുന്നതാണ്, നീ ഇത്രയും വീക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ നറൂട്ടോയും കൂട്ടി അവിടുന്ന് ദൂരേക്ക് പോകും. ഇവിടെ മാമനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഏകദേശം കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ സാസുകയാണെങ്കിൽ വീണ്ടും മാമനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ആക്ച്വലി ഞങ്ങള് മറ്റൊരു ഗ്രാമത്തിലുള്ളതാണ്. ആ വില്ലനെ അവനെ തകർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇവിടേക്ക് എത്തിയത്. പക്ഷെ ജിറയ മാമനാണെങ്കിൽ അപ്പോഴും അവരുടെ മേലെയുള്ള സംശയം അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവില്ല. മാമൻ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കും. ബൊറൂട്ടോയ് സാസുകയാണെങ്കിൽ വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ട് വീണ്ടും വീണ്ടും മാമനെ കൺവിൻസ് ചെയ്യാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ വില്ലനെ കണ്ടുപിടിച്ച് അവനെ കൊന്ന് നറൂട്ടോയെ സേവ് ചെയ്യണം. അതിന് മാമനും ഇപ്പൊ ഓക്കെ പറയും. അതിനുശേഷം മാമൻ ഒരു സമറിൻ ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് ആളുടെ തവളയെ അവിടേക്ക് കൊണ്ടുവരും. പിന്നീട് അവര് 3 പേരും ആ തവളയുടെ പുറത്ത് വില്ലനെ അന്വേഷിച്ച് പോവാണ്. മാമൻ ചോദിക്കും ആ വില്ലന്റെ ലക്ഷ്യം. അവന്റെ ലക്ഷ്യം ബൊറൂട്ടോയുടെ ബോഡിയിലുള്ള 9 ടൈൽ തന്നെയാണോ? അവൻ ആദ്യം അതിനെ ഹുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടാത്തതിന് കാരണം അത് മറ്റൊന്നുമല്ല, അവന്റെ ബോഡിയിൽ ഒരു സീലിംഗ് ജിപ്സും ഉണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവൻ അപ്പോ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയാഞ്ഞത്. ഇൻ കേസ് അവൻ ആ സീലിംഗ് തകർത്ത് 9 ടൈലിന് പുറത്തേക്ക് കൊണ്ടുവന്ന അത് വലിയ അപകടമാണ്. നറൂട്ടോയ്ക്ക് പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് ഹൈഡൌട്ട്സ് ഉണ്ട്, നമുക്ക് 3 പേർക്കും 3 ദിശയിലേക്ക് പോയി അന്വേഷിക്കാന്ന് പറഞ്ഞ് അവരിപ്പോ സെപ്പറേറ്റ് ആയി പോവാണ്. കട്ട് ചെയ്ത ആ വില്ലൻ അവൻ നറൂട്ടോയെ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന് മനസ്സിലാവും നറൂട്ടോയുടെ ബോഡിയിൽ ഒരു സീലിംഗ് ഉണ്ടെന്ന്. അവൻ നറൂട്ടോയുടെ ഷർട്ട് അത് പതിയെ മുകളിലേക്ക് ഉയർത്തും. അതിനുശേഷം ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവന്റെ സീലിംഗിനകത്തേക്ക് പോവാണ്. ആ വില്ലനാണെങ്കിൽ ഇപ്പോ 9 ടൈലിന്റെ അടുത്തേക്ക് വരികയാണ്. വലിയൊരു സീലിംഗ് ജിപ്സോല് അതിനെ ലോക്ക് ചെയ്ത് വെച്ചത് ആ വില്ലൻ കാണും. അവൻ ആ സീലിംഗ് ജിപ്സു അത് പറിച്ചെടുക്കാനായിട്ട് കൈ നീട്ടും. അവൻ ആ സീലിംഗിൽ തൊടുമ്പോൾ തന്നെ ഒരു പവർ വന്ന് അവന്റെ കയ്യിലേക്ക് കയറും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോയുടെ ബോഡിയിൽ മുഴുവനായിട്ടും ആ 9 ടൈൽ പവർ ലീക്കായി അങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്. വില്ലന്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് 9 ടൈൽ പവർ ഉണ്ട്. അവനത് അങ്ങനെ എടുത്ത് വിഴുങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാസുകയും ടീമും അവരിപ്പോ ആ വില്ലനുള്ള സ്ഥലം അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അവർ ഉഷാറായിട്ട് ആ സ്ഥലത്തേക്ക് ഓടി വരാണ്. ഇവിടെ വില്ലനാണെങ്കിൽ വീണ്ടും വീണ്ടും ആ 9 ടൈൽ പവർ അത് അബ്സോർബ് ചെയ്യാൻ നോക്കും. പക്ഷേ ആ 9 ടൈൽ പവർ അതിപ്പോ നറൂട്ടോയുടെ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ടാണെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ അവർ കറക്റ്റ് ടൈമിൽ ചാടി അവിടേക്ക് വീഴും. സാസുക നിലവിളിച്ച് പറയും, ബൊറൂട്ടോ നീ നറൂട്ടോയെ നോക്ക്, ഈ വില്ലന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് അവര് നേരെ ഓടും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. നറൂട്ടോയുടെ അവസ്ഥ കാണുമ്പോൾ മാമന് മനസ്സിലാവും എല്ലാം നറൂട്ടോയുടെ കൈവിട്ട് പോയെന്ന്. മാമൻ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ അവന്റെ അടുത്തേക്ക് പോകരുത്, അവന്റെ ബോഡിയിലെ 9 ടൈൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഉടനെ നറൂട്ടോയുടെ ബോഡിയിൽ ആ 9 ടൈലിന്റെ 1 ടൈല് പുറത്തേക്ക് വരികയാണ്. അവൻ കൺട്രോൾ പോയി അങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് ജിറയ മാമൻ ബൊറൂട്ടോയെ പിടിച്ചു മാറ്റും. പക്ഷെ ബൊറൂട്ടോ അവരാണെങ്കിൽ സർവ്വശക്തിയോടുത്ത് നറൂട്ടോയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. എനിക്കറിയാം ഇത് നീ അല്ല എന്ന്. യഥാർത്ഥ നറൂട്ടോ അത് പുറത്തു വാ, 9 ടൈലിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ് ബൊറൂട്ടോ അവനിപ്പോ നറൂട്ടോയുടെ ബോഡിയിൽ ടച്ച് ചെയ്യും. നറൂട്ടോ ടച്ച് ചെയ്യേണ്ട താമസം ആ 9 ടൈൽ പവർ അത് കുറേശ്ശെ ബൊറൂട്ടോയുടെ ബോഡിയിലേക്കും കയറാൻ തുടങ്ങും. നറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ പതിയെ പതിയെ നോർമൽ
നോർമൽ ആവുകയാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇപ്പൊ നറൂട്ടോയുടെ കൺട്രോൾ പോയി അവൻ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യും. അത് കണ്ട ജിറയ മാമൻ ആളാണെങ്കിൽ ഒരു സീലിംഗ് ടാഗ് അതിപ്പോ നറൂട്ടോയുടെ ബോഡിയിൽ ഒട്ടിച്ച് അവനെ നോർമലാക്കും. മറ്റൊരു ഭാഗത്ത് ആ വില്ലനും സാസുകയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നേരമായി പൊരിഞ്ഞ അട്ടയിട്ടി ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജിറയ മാമൻ ആളാണെങ്കിൽ നറൂട്ടോയും ബൊറൂട്ടോയും ഇപ്പൊ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. ബൊറൂട്ടോയുടെ കയ്യില് ബാൻഡേഡ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് പഴയ സ്റ്റോറീസ് ആ 9 ടൈല് അതെന്താണ്, എങ്ങനെ വന്നു, അതെങ്ങനെ നറൂട്ടോയുടെ ബോഡിയിൽ സീൽ ചെയ്തു എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി പറയാൻ തുടങ്ങും. അങ്ങനെ സ്റ്റോറി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ഇപ്പൊ നറൂട്ടോ കണ്ണു തുറക്കും. അവൻ ചോദിക്കും ആ വില്ലൻ അവനെവിടെ? നറൂട്ടോ ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അവനിപ്പോ ബൊറൂട്ടോയുടെ കയ്യിലേക്ക് നോക്കും. അവനത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബൊറൂട്ടോയുടെ കയ്യിലുള്ള സ്ക്രാച്ച് അത് അവൻ തന്നെയാണ് അവന്റെ ബോഡിയിൽ ഇട്ടതെന്ന്. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയോട് സോറി പറയും. ഉടനെ മാമൻ അവൻ പറയും നറൂട്ടോ ബൊറൂട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ട്രെയിനിങ് തരട്ടെ. അത് കേട്ട് ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കും. മാമനാണെങ്കിൽ നാളെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ജിറയ മാമന്റെ അടുത്തേക്ക് വരാണ്. നറൂട്ടോ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ മാമനെ നോക്കി നിൽക്കും. എന്തുകൊണ്ടാണ് ഞങ്ങളോട് രണ്ടുപേരോടും ഒരുമിച്ച് ട്രെയിനിങ് എടുക്കാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടത്? അതിന് മാമൻ എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു ബോണ്ടുണ്ട്. നിങ്ങളുടെ ചക്ര പവറും ബോഡിയും എലമെന്റ്സും എല്ലാം തന്നെ ഒരുപോലെയാണ്. സോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് എടുത്ത് നല്ല രീതിയിൽ സ്ട്രോങ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വില്ലനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിളിപ്പിച്ചത്. ഉടനെ ബൊറൂട്ടോയും നറൂട്ടോയും അവരിപ്പോൾ അവരുടെ ചക്ര പവർ അതങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ നറൂട്ടോയോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നറൂട്ടോ ടെൻഷനാവും. നീ എന്തായി ചെയ്യണേ, കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇപ്പോ നറൂട്ടോ ബൊറൂട്ടോട് ദേഷ്യപ്പെടും. അതിനുശേഷം വീണ്ടും അവർ ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. കമോൺ കമോൺ, നിങ്ങളുടെ പവർ, നേച്ചർ, ഫ്ലോ അത് മൂന്നും കമ്പൈൻ ചെയ്ത് നിങ്ങളുടെ അറ്റാക്ക് അത് വേറെ ലെവലാക്കാനൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും എടുത്തിട്ടും അവർക്ക് അവരുടെ പവർ മാത്രം കമ്പൈൻ ആക്കാൻ വേണ്ടി പറ്റില്ല. മാമൻ അവരുടെ അടുത്തേക്ക് വന്ന് ഇപ്പൊ ബൊറൂട്ടോട് ചോദിക്കും നിന്നെ കൊണ്ട് ഇതിന് കഴിയുന്നില്ലേ? അതിന് ബൊറൂട്ടോ തല താഴ്ത്തിയിരിക്കും. നീ റെസർഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടല്ലോ, നിന്നെ കൊണ്ട് റെസർഗൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അത് കേട്ട് നറൂട്ടോ അവൻ ഷോക്കാവും. റെസർഗൺ പവറോ അതെന്റെ മാസ്റ്റർ പീസ് പവറല്ലേ, അതെങ്ങനെ ഇവൻ പഠിച്ചു? ബൊറൂട്ടോ ആണെങ്കിൽ എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞ് ഇപ്പൊ നറൂട്ടോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം മാമനാണെങ്കിൽ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ബോൾ കൊടുക്കും. റെസർഗൺ പവറിന് ഉപയോഗിക്കുന്ന അതേ ഫോഴ്സ് ഉപയോഗിച്ച് ആ ബോൾ തകർക്കാൻ അവരോട് പറയും. അവർ രണ്ടുപേരും ഇപ്പൊ ബ്രേക്ക് ഒന്നും എടുക്കാതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ഒരുപാട് നേരമായിട്ടും അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. പക്ഷെ അവർ ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്തിട്ടും ആ ബോൾ മാത്രം അവരെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ പ്രാക്ടീസ് ഒക്കെ നിർത്തിവെച്ച് രണ്ടുപേരും തൽക്കാലത്തേക്ക് രണ്ട് വഴിക്ക് പോകും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ നടന്ന് നടന്ന് ഹിനട്ടയുടെ വീട്ടിലേക്ക് വരും. അപ്പ ബൊറൂട്ടോ കാണും ഹിനട്ടയും നെജിയും അവർ രണ്ടുപേരും ഇപ്പൊ നല്ല രീതിയിൽ ഫൈറ്റ് ഒക്കെ ചെയ്ത് ട്രെയിനിങ് എടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. കറക്റ്റ് ടൈം നെജി അത് കണ്ടുപിടിക്കും. നെജി പുറത്തേക്ക് വന്ന് ഇപ്പൊ ബൊറൂട്ടോയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ബൊറൂട്ടോ വളരെ കെയർഫുള്ളായി അവന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതൊന്നൊന്നായി പറയും. ബൊറൂട്ടോ ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയും. നെജിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ പറയും ആക്ച്വലി എനിക്ക് നറൂട്ടോയെ അവനിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എനിക്ക് ഇവരോട് എല്ലാവരോടും ഭയങ്കര പുച്ഛമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ എനിക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. നറൂട്ടോയ്ക്ക് ഒരു സ്പെഷ്യൽ പവറാണ്. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നറൂട്ടോയെ കൊണ്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ നീ നറൂട്ടോയോട് അനുകമ്പയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അവൻ നല്ലൊരു ഫ്രണ്ടായി കണ്ട് നീ അവനോട് ചേർന്ന് ട്രെയിനിങ് എടുക്ക്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ചെറിയ മാമൻ ആളാണെങ്കിൽ സാസുകയുടെ അടുത്തേക്ക് വരാണ്. മാമനാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിൽ ഒരു ബോക്സ് കൊടുത്ത് അവിടെ നിന്ന് കടന്നു പോകും. അല്പസമയം കഴിയുമ്പോൾ സാസുക നറൂട്ടോയുടെ അടുത്തേക്ക് എത്തും. കുഞ്ഞൻ നറൂട്ടോ ആണെങ്കിൽ വലിയ വിഷമത്തിലാണ്. അവൻ അറിഞ്ഞുകൊണ്ടല്ല ബൊറൂട്ടോയെ തല്ലിയത്. പക്ഷെ അവന്റെ ഉള്ളിൽ ഇപ്പോഴും അതൊരു വലിയ കുറ്റബോധമായി നിഴങ്ങലിച്ച് കിടക്കുകയാണ്. സാസുകയാണെങ്കിൽ ഇപ്പൊ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഉടനെ നറൂട്ടോയ്ക്ക് അവൻ എവിടുന്നില്ലാത്ത വലിയൊരു എനർജി കൈവരാണ്. തീർച്ചയായിട്ടും ഞാൻ ബൊറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്യും. സാസുകയാണെങ്കിൽ
മാമൻ കൊടുത്ത ആ ഒരു ബോക്സ് അതിപ്പോ നറൂട്ടോയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത സാക്കുറ അവളാണെങ്കിൽ ഒക്കാഗെ ആന്റിയെ കുറെ ചീത്തയൊക്കെ വിളിച്ച് ശപിച്ചൊക്കെ അങ്ങനെ നടന്നു വരികയാണ്. അവളാണെങ്കിൽ അങ്ങനെ നടന്നു വന്ന് സാസുകെ അറിയാതെ ഇട്ടിക്കും. ഉടനെ സാസുകയുടെ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ താഴേക്ക് വീഴും. സാസുക ഞൊടിയിടയിൽ അവളുടെ കൺമുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു പോവും. പക്ഷേ സാക്കുറയ്ക്ക് അവൾക്ക് ആ പേപ്പർ കിട്ടും. സാസുകയാണെങ്കിൽ ഓടി ഓടി ഇപ്പൊ ജിറയ മാമന്റെ അടുത്തേക്ക് വരും. മാമൻ സാസുകയുടെ കൈ പിടിച്ച് ചോദിക്കും, സത്യം പറയ്, നീ സാക്ഷാൽ സാസുകയല്ലേ? അത് കേട്ട് സാസുക അവനങ്ങനെ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.